അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം പ്രാർത്ഥനയാണ്. ഏത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവിനോട് ദുആ ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുഹയിൽ പെട്ടുപോയ 3 ആളുകളുടെ ചരിത്രം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഗുഹയിൽ പെട്ടുപോയ 3 ആളുകൾ. എന്താണ് ആ 3 ആളുകൾ ചെയ്തത്? അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടി ഗുഹയുടെ അകത്തേക്ക് കയറി. അപ്പോഴാണ് വലിയ ഒരു പാറക്കല്ല് ഉരുണ്ട് വന്നിട്ട് അവരുടെ ഗുഹാമുഖം അടച്ചത്. ഗുഹാമുഖം അടഞ്ഞു. വെളിച്ചമില്ല, വായുവില്ല. ഇനി എന്താ ചെയ്യുക? 3 ആളുകളും അവരുടെ കൈ ഉപയോഗിച്ച് ശക്തമായി തള്ളി നീക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ പാറയെ അനക്കാൻ 3 ആളുകൾക്കും കഴിഞ്ഞില്ല. 3 ആളുകൾ അവരവരുടെ കൈകൾ ഉപയോഗിച്ച് ശക്തമായി തള്ളി നീക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരെ കൊണ്ട് ആ പാറയെ അനക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് 3 ആളുകൾ ചർച്ച ചെയ്യുന്നത്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് അതിലൊരാൾ അഭിപ്രായം പറഞ്ഞത്, അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ആരോഗ്യം കൊണ്ട്, മസിൽ പവർ കൊണ്ടല്ലേ ഞങ്ങൾക്ക് അതിനെ അനക്കാൻ പറ്റാത്തത്. പക്ഷെ അല്ലാഹു തആല നമ്മൾക്ക് നാവ് തന്നിട്ടില്ലേ? ഈ നാവ് കൊണ്ട് നമ്മൾക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ജീവിതത്തിൽ ചെയ്ത സ്വാലിഹായ ഒരു നന്മ മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു പാറ നീക്കൂലേ? ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നല്ലേ അല്ലാഹു പറഞ്ഞത്. ഒന്നാമത്തെ ആള് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ മാതാപിതാക്കളോട് എന്റെ ജീവിതത്തിൽ മരണം വരെ ഇന്ന് വരെ ഞാൻ മോശമായി പെരുമാറിയിട്ടില്ല. അവരോട് കാണിച്ച ആ അദബ് നിനക്ക് വേണ്ടിയാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ഈ പാറയെ നീ നീക്കിത്തരണേ അല്ലാഹ്. 6 കൈകൾ വെച്ചിട്ട് തള്ളിയ പാറ നാവ് കൊണ്ട് നീക്കുകയാണ്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ എന്റെ മാതാപിതാക്കളോട് ജീവിതത്തിൽ മാന്യമായി പെരുമാറിയത് നിനക്ക് വേണ്ടിയാണെങ്കിൽ ഈ പാറയെ നീ നീക്കണം. പാറ നീങ്ങി, വെളിച്ചം വന്നു. പക്ഷേ അതിനിടയിലൂടെ കടന്നു പോകാൻ അവർക്ക് സാധിച്ചില്ല. രണ്ടാമത്തെയാള് ദുആ ചെയ്തു, അല്ലാഹുവേ, വ്യഭിചരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. വർഷങ്ങളായി എന്റെ കുടുംബത്തിലെ ഒരു പെണ്ണിനോട് എനിക്ക് പ്രേമമായിരുന്നു. അവളോട് എന്തെന്നില്ലാത്ത വികാരം എനിക്കുണ്ടായിരുന്നു. അവളുമായി കിടപ്പറ പങ്കിടണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. അവളോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ സമ്മതിച്ചില്ല. വലിയ ഒരു ക്ഷാമം വന്നപ്പോൾ എന്റെ അടുത്തേക്ക് അവൾ വന്നിട്ട് എനിക്ക് പൈസ തരുമോ എന്ന് ചോദിച്ചു. 120 സ്വർണ്ണ ദീനാറാണ് ഞാൻ കൊടുത്തത്. എന്താണ് കരാർ എന്നറിയോ? കിടപ്പറ പങ്കിടണമെന്ന കരാറിൽ 120 ദീനാറാണ് ഞാൻ കൊടുത്തത്. പറഞ്ഞതുപോലെ അവളും ഞാനും ആരുമില്ലാത്ത ഒറ്റയ്ക്കൊരു മുറിയിൽ ഒരുമിച്ച് കൂട്ടിയപ്പോൾ വ്യഭിചരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പെണ്ണെന്റെ മുഖം നോക്കി പറഞ്ഞത്, യാ ഫതാ ഇത്തഖില്ലാഹ്, ഓ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ പേടിച്ചോളണം ചെറുപ്പക്കാരാ. ഞാൻ ഗത്യന്തരമില്ലാതെ നിർബന്ധിതനായി ഞാൻ വന്നതാണ്. സാമ്പത്തികമായി വലിയ ആവശ്യമുള്ളത് കൊണ്ട് വന്നതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. അല്ലാഹുവിനെ പേടിക്കണേ ചെറുപ്പക്കാരാ. ഉടനെ തന്നെ പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നാട്ടുകാര് കാണുമെന്ന പേടിയല്ല, പോലീസുകാര് പിടിക്കുമെന്ന പേടിയല്ല. അല്ലാഹു ഇത് കാണുമല്ലോ, അല്ലാഹുവിന് ഇഷ്ടപ്പെടൂലല്ലോ. അല്ലാഹുവേ, അത് ഞാൻ നിനക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഈ പാറയെ നീ നീക്കിത്തരണേ അല്ലാഹ്. പാറ നീങ്ങി. ഒരൽപ്പം കൂടി വെളിച്ചം വന്നു, വായുവും വന്നു. പക്ഷേ അവർക്ക് കടന്നു പോകാൻ വഴിയില്ല. മൂന്നാമത്തെ ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, എനിക്കൊരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. നോക്കണം, സമ്പത്തിലൊക്കെ എത്ര മാന്യത കാണിക്കണമെന്ന് ഈ സംഭവം പറഞ്ഞൊരു ഉസ്താദ്, നമ്മുടെ പള്ളിയിൽ ജോലി ചെയ്ത ഒരു ഉസ്താദ് ചൊടിച്ചിട്ട് പിണങ്ങിയിട്ട് പോവാൻ. ഇന്ന് ഡിസംബർ 13 ഇറങ്ങിയിട്ട് പോവാൻ. ശമ്പളം വാങ്ങില്ല. കമ്മിറ്റിക്കാരെന്ത് ചെയ്തു? അയാളുടെ ഒരു 10,000 രൂപ ശമ്പളം കഴിഞ്ഞ മാസത്തെ അടക്കം 25,000 രൂപ സാലറി ബാക്കി ഉണ്ടായിരുന്നു. അത് എവിടെ കൊണ്ട് ബിസിനസ്സിലിട്ടു. അയാള് പോയി. പിന്നെ അയാളെ കണ്ടതൊന്നുമില്ല. പിന്നെ അടുത്ത ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് ഉറൂസ് ഇതേപോലെ വരുമ്പോ ആ മൊയിലാര് വന്നിട്ട്, അല്ലാജിക്ക, എന്റെ ഒരു ശമ്പളാണല്ലോ ഇവിടെ. നിങ്ങളുടെ ശമ്പളാണല്ലേ എന്ന് പറഞ്ഞിട്ട് 2-3 ലക്ഷത്തിന്റെ കെട്ടെടുത്തിട്ട് അയാൾ കൊടുത്തു. എന്തെന്നെ കളിയാക്കുക? ഞാൻ കളിയാക്കാണോ? തമാശാക്കാണോ? ഞാൻ ജോലി ചെയ്ത് ശമ്പളം ചോദിക്കാനാണ് ഞാൻ വന്നത്. അപ്പം കമ്മിറ്റി ഭാരവാഹി ലാജിക്ക പറഞ്ഞു, നിങ്ങൾ അന്ന് വെച്ചുപോ 25,000 രൂപ ഞാൻ ഇന്നായിരുന്നൊരു ജ്വല്ലറിയിൽ ഇട്ടിട്ട് അതിൽ നിന്ന് മാസാമാസം കിട്ടിയ സംഖ്യ 3 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അയാൾ അതും വാങ്ങിട്ട് ഒറ്റ പോക്ക്, ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞില്ല, ഒരു നന്ദിയെങ്കിലും പറഞ്ഞില്ല കമ്മിറ്റിക്കാരോട്. എടുത്തിട്ടൊരു പോക്ക് പോയി.
അതേപോലെയാണ് ഇയാൾ ചെയ്തത്. അള്ളാഹുവേ, എന്റെ ജോലിക്കാരൻ ശമ്പളം വാങ്ങാതെ പോയപ്പോ ഞാൻ അതുകൊണ്ട് ബിസിനസ് നടത്തി. എന്നിട്ട് അയാൾ വർഷങ്ങൾക്ക് ശേഷം എന്റെ പൈസ ചോദിച്ച് കടന്നു വന്നപ്പോ നീണ്ടു നിൽക്കുന്ന ആടിനെയും ഒട്ടകങ്ങളെയും പശുക്കളെയും ഞാൻ കാണിച്ചു കൊടുത്തു. അയാൾ ചോദിച്ചെന്നെ കളിയാക്കാണോ? അല്ലല്ലല്ല, ഇതൊക്കെ നിന്റേതാണ്. എല്ലാം എടുത്തുപോയി, ഒന്നുപോലും ബാക്കി വെച്ചില്ല. ഒരാടെങ്കിലും ഇത് നിങ്ങൾക്കായി എന്റെ വക ഇല്ല, നന്ദി പോലും പറയാതെ കൊണ്ടുപോയി. എന്നിട്ടോ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അള്ളാഹുവേ, നിനക്ക് വേണ്ടിയാണ് ഞാനതെല്ലാം ചെയ്തതെങ്കിൽ ഈ പാറയെ നീ നീക്കിത്തരണേ അല്ലാ. അത്ഭുതകരമായി പാറ നീങ്ങി 3 ആളുകളും രക്ഷപ്പെട്ടു എന്ന് ജീവിതത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ലാത്ത ശഫീഉനാ റസൂലുള്ളാഹ്. എങ്ങനെ മാറ്റിയത്? നാവ് കൊണ്ടാ മാറ്റിയത്, കൈകൾ കൊണ്ടല്ല, നാവ് കൊണ്ടാ മാറ്റിയത്. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, പലപ്പോഴും അധികാരം നഷ്ടപ്പെടാനോ ഭരണാധികാരികൾ നശിക്കാനോ നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. അവർക്ക് നല്ല രീതിയിൽ ഭരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആര് ഭരിച്ചാലും നമ്മൾക്ക് കണക്ക് തന്നെയാണ്. പക്ഷേ ഭരിക്കുന്നവർ മാന്യന്മാരാവണം. ഭരണഘടനയെ വെല്ലുവിളിക്കുന്നവരാവരുത്, രാജ്യത്തിലെ പൗരന്മാരെ വെല്ലുവിളിക്കുന്നവരാവരുത്. ആ ഭരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാൻ അള്ളാഹുവിനോട് നമ്മൾക്ക് ദുആ ചെയ്യാം. ദുആ ആണ്, പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. പ്രാർത്ഥന കൊണ്ട് ഏത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും നമ്മൾക്ക് കഴിയും. മറന്നു പോകരുത്, പ്രാർത്ഥനകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമ്മൾക്ക് കഴിയും. പക്ഷേ ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഒരു മാനദണ്ഡമുണ്ട്. എന്താണ് ആ മാനദണ്ഡം എന്നറിയോ? നമ്മുടെ സമ്പാദ്യം ഹലാലാവണം, നമ്മുടെ വസ്ത്രം ഹലാലാവണം, നമ്മുടെ വീട് ഹലാലാവണം, തിന്നുന്നത് കുടിക്കുന്നത് ഹലാലാവണം, നമ്മുടെ വാഹനം ഹലാലാവണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുടി ജട കുത്തിയ ഒരാൾ, യാത്രക്കാരനായ ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്ന് പറഞ്ഞ് മുടിയെല്ലാം ജട കുത്തിയ യാത്രക്കാരനായ ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകുന്നത്? ജട കുത്തിയാൾക്ക് എന്താ പ്രത്യേകത? യാത്രക്കാരൻ എന്താ പ്രത്യേകത? എന്തുകൊണ്ടാ യാത്രക്കാരനും മുടി ജട കുത്തിയവനെന്ന് പറയാൻ കാരണം എന്താ? കാരണം യാത്രക്കാരന്റെ ദുആഇന് ഉത്തരവുണ്ട്. മനസ്സിലായോ? യാത്രക്കാരൻ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം നൽകുമെന്നാണ്. പിന്നെ ഈ മുടിജട കുത്തിയവൻ എന്ന് പറയാൻ കാരണം അവർക്ക് ദുനിയാവിന്റെ ബോധമൊന്നുമില്ല, എല്ലാ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ദുനിയാവിന്റെ ബോധമുള്ളവരെ മുടിയൊക്കെ മിനുക്കുന്നല്ല മുഞ്ചില് നടക്കുക. ഇവർക്ക് എന്ത് ദുനിയാവ്? അങ്ങനെ ദുനിയാവിന്റെ ബോധമൊന്നുമില്ലാതെ സാഹിദാണ്, യാത്രക്കാരനാണ്. അത് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളവരാണ്. യാത്രക്കാരൻ ഉത്തരം കിട്ടണം, സാഹിദിനും ഉത്തരം കിട്ടണം. പക്ഷേ എങ്ങനെയാണ് അയാൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നത്? കാരണം അയാൾ തിന്നുന്നത് ഹറാമാണ്. ഹറാം തിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഹറാമായ വീട്ടിൽ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകൂല. നമ്മുടെ വസ്ത്രം ഹറാമാണ്. മറ്റുള്ളവരുടെ സമ്പാദ്യം അടിച്ചു മാറ്റി തിന്നിട്ട്, മറ്റുള്ളവരുടെ സമ്പാദ്യം അടിച്ചു മാറ്റി വസ്ത്രം വാങ്ങിയിട്ട്, വീടുണ്ടാക്കിയിട്ട്, വണ്ടി വാങ്ങിച്ചിട്ട് എത്ര ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം നൽകൂല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഉരുളയെങ്കിലും, ഒരു രൂപയെങ്കിലും, ഒരു നയാ പൈസയെങ്കിലും എന്റേതല്ലാത്തത് എനിക്ക് അവകാശപ്പെടാത്തത് ഞാൻ അപഹരിച്ചെടുത്താൽ ഇല്ലാ ഔജബല്ലാഹു ലഹുന്നാർ, അല്ലാഹു അയാൾക്ക് നരകം നിർബന്ധമാക്കുമെന്നും വഹറമ അലൈഹിൽ ജന്ന, അവർക്ക് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താ പറഞ്ഞത്? മറ്റുള്ളവന്റേത് ആരെങ്കിലും അപഹരിച്ചാൽ സ്വർഗം ഹറാമാണ്, നരകം നിർബന്ധമാണ്. അപ്പോഴാണ് ഒരാൾ ചോദിച്ചത്, നബിയേ, ഒരു രൂപയാണെങ്കിലോ അതൊക്കെ ചെറുതല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അത് നിങ്ങളുടെ അറാക്കിന്റെ ഒരു കഷ്ണമാണെങ്കിലും ശരി. പള്ളിയിൽ ഹൗലിന്റെ ഭാഗത്ത് ഒരു അറാക്ക് കണ്ടു. അറാക്കാണെങ്കിൽ തേച്ച ഭാഗം ഏതാണെന്ന് നമ്മൾക്കറിയാം. അത് നമ്മുടെ സുഹൃത്തിൻ്റെതാണെന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചോളൂ. പക്ഷേ നിങ്ങൾക്ക് പല്ല് തേക്കാൻ വേണ്ടി ആ അറാക്കിനെ നിങ്ങൾ 2 കഷ്ണമാക്കി, ബാക്കിയുള്ള കഷ്ണം ഇയാൾക്ക് പല്ല് തേക്കാം. എന്നാൽ മറ്റേ കഷ്ണം എടുത്തിട്ട് നമ്മൾ പല്ല് തേച്ചാൽ അത് മതി. നാളെ അല്ലാഹു തആല നരകം നിഷിദ്ധമാക്കിയിട്ട് അല്ലാഹു തആല
സ്വർഗം നിഷിദ്ധമാക്കി നരകത്തിന്റെ അഹലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്താൻ അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞപ്പോ ഒരു ദിവസം വാൽ പറഞ്ഞപ്പോ എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദെ ഞാൻ പണ്ട് ഗൾഫിൽ ഉണ്ടാകുമ്പോ ഒരാളുടെ ശമ്പളം കൊടുക്കാൻ ബാക്കിയത് എന്തോ ഒന്ന് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ കൊടുക്കാൻ വേണ്ടി വേറെ മാറ്റി വെച്ചിട്ടുണ്ട്, അയാൾ എനിക്ക് ഇന്നേ വരെ കണ്ടിട്ടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? തേടിപ്പിടിക്കണം. കാണുന്നത് വരെ തേടിപ്പിടിക്കണം. ഇനി കണ്ടില്ലെങ്കിൽ മരിക്കുന്നത് വരെ അയാളുടെ സമ്പാദ്യം നമ്മൾ മാറ്റിവെക്കണം. അയാൾക്ക് കൊടുക്കാൻ വേണ്ടി എത്രയാണോ കൊടുക്കാനുള്ളത് അതെല്ലാം അയാൾക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇനി അയാളെ മരിച്ചു, ഇനി അയാളെ കിട്ടൂല എന്ന് ഉറപ്പായി അയാളുടെ പേര് ഏതെങ്കിലും പള്ളിക്ക് സ്വതക്ക ചെയ്യാം. അയാളുടെ പേര് പഠിച്ചോനെ ഇന്നാലെന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള പൈസയാണ്, അയാളെ കുറിച്ചൊരു വിവരമില്ല, ഇനി അയാൾ എപ്പോ വന്നാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഈ സ്വതക്ക അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കബറിലേക്ക് എത്തിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അതല്ലാതെ ഒരു നയാ പൈസ പോലും എടുക്കാൻ നമ്മൾക്ക് അവകാശമില്ല. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുകയാണ് ഒരു സ്വഹാബി. നബി തങ്ങളുടെ ഒട്ടകത്തിൽ നിന്ന് ചരക്കിങ്ങനെ മാറ്റി വെക്കുമ്പോഴാണ് ശത്രുവിന്റെ ഒരു അമ്പ് ശരീരത്തിലേക്ക് ഏറ്റു, വീണു, രക്തം വാർന്നു, മരിച്ചു. സഹാബാക്കൾക്കൊക്കെ വലിയ സന്തോഷമായി. എന്തേ? ഹനീഅൻ ലഹുൽ ജന്ന, അയാൾ സ്വർഗ്ഗക്കാരനാണ്. കാരണം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് എടുക്കുമ്പോഴാണ് ശത്രുവിന്റെ അമ്പേറ്റ് പിടഞ്ഞു മരിച്ചത്. ഹനീഅൻ ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞു. ഉടനെ തന്നെ നബി തങ്ങൾ തിരുത്തുകയുണ്ടായി. എന്താണ് നബി തങ്ങൾ പറഞ്ഞതെന്നറിയോ മുഅ്മിനീങ്ങളെ? അന്നാ, എങ്ങനെയാണ് അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നത്? നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇന്ന ശംലതല്ലതി അഖദത് മിൻ ഖൈബർ ലതസ്തഇലു അലൈഹി നാറാ. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഉപകരിക്കേണ്ട, പൊതുജനങ്ങളുടെ മുതലായ ഒരു തട്ടം അയാൾ എടുത്തിട്ടുണ്ട്. ആ തട്ടം ബൈത്തുൽ മാലിലേക്ക് കൊടുക്കേണ്ട തട്ടമാണ്, പൊതുജനങ്ങളുടെ തട്ടമാണ്. അത് സ്വന്തമായി ഉപയോഗിച്ചത് കാരണത്താൽ ഈ ഒരു തട്ടത്തിന്റെ പേരിൽ നാളെ കത്തിജ്വലിക്കുന്ന തീജ്വാലങ്ങളിൽ അയാൾ നരകിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ആരാ? നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത ആളാണ്. ലതസ്തഇലു അലൈഹി നാറാ, തീജ്വാലകളായി ഈ തട്ടം അയാളുടെ കഴുത്തിലുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. തട്ടെന്നൊക്കെ പറഞ്ഞ ആർക്കും വേണ്ടാതെ വീണ് കിടക്കുന്ന തട്ടായിരിക്കും, ആർക്കും വേണ്ടാതെ അശ്രദ്ധമായി എടുത്ത തട്ടായിരിക്കും. അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, നബിയെ, ഞാൻ യുദ്ധത്തിന്റെ സമയത്ത് എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയപ്പോൾ അവിടെ ആർക്കും വേണ്ടാത്ത ഒരു ചെരുപ്പ്, ആരും ഉപയോഗിക്കാത്ത കളഞ്ഞു കിട്ടിയ ഒരു ചെരുപ്പിൽ നിന്ന് വാറെടുത്തിട്ട് എന്റെ ചെരുപ്പിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നബിയെ, അത് ഹറാമാകുമോ നബിയെ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ശിറാകുൻ ഔ ശിറാകാനി മിനന്നാർ, അതും നരകത്തിലാണ്. മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ ചെരുപ്പിന്റെ വാറെടുത്ത് ഉപയോഗിച്ചാലും അത് നാളെ നിന്റെ ഷോൾഡറിൽ കത്തിജ്വലിക്കുന്ന തീജ്വാലയായി മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഹറാം വളരെ സൂക്ഷിക്കണം. ഹറാം സൂക്ഷിക്കാതെ ദുആഇന് ഉത്തരം കിട്ടൂല. എത്ര പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം നൽകൂല. അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ സമ്പാദ്യം നമ്മൾ ഹലാലാക്കണം. ഹറാമായ സമ്പാദ്യങ്ങൾ ഒരു നയാ പൈസ പോലും നമ്മുടെ വരുമാനത്തിൽ ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാബി, നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ നമ്മളോ ഹറാമിന്റെ ഒരു ധാന്യമണി തിന്നാൽ ഫന്നാറു ഔലാബി, ആ കുടുംബ സമേതം ഒന്നടങ്കം നാളെ നരകത്തിൽ കിടക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മുഅ്മിനിന്റെ ആയുധം എന്നുള്ളത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ സമ്പാദ്യം ഹലാലാവണം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത് ഓർമ്മയുണ്ടോ? നബിയേ, ഉദുഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അയ്യജഅലനി മുസ്തജാബ ദഅവ, അല്ലാഹു എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കുന്ന ഒരാളായി മാറാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്താ ചോദ്യം? എന്താ? ഇവിടില്ലേ ചോദ്യം? എന്താ?
എന്ത് ചോദിച്ചാലും എനിക്ക് ഉത്തരം കിട്ടണം. അപ്പൊ എന്റെ ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരാളായി മാറാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അത്വിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ, അത്വിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. നിന്റെ സമ്പാദ്യം ഹലാലാക്കണം. നീ തിന്നുന്നത് ഹലാലായാൽ അല്ലാഹു തആല നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അത്രത്തോളം കണിശമാണ്. തിന്നുന്നതും ജീവിക്കുന്നതും വീടും വസ്ത്രമൊക്കെ കർക്കശമായിട്ട് ഇസ്ലാം പറഞ്ഞു. ദുആ സ്വീകരിക്കണമെങ്കിൽ ഇത് നിർബന്ധമാണ്. ഒരണുമണി തൂക്കം ഹറാമുണ്ടെങ്കിൽ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഏതായാലും ഈ വിഷയങ്ങളിലെല്ലാം സൂക്ഷ്മതയോടെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ എല്ലാ പ്രശ്നത്തിനും അള്ളാഹു പരിഹാരം തരും. 5 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒന്നാമത്തേത്, പരസ്യമായി ആളുകൾ തെറ്റു ചെയ്യാൻ തുടങ്ങിയാൽ തിന്മകളോട് ലാഘവത്തോടെ നിസ്സാരമായി കണ്ട് തിന്മകൾ എന്താ കുഴപ്പം, അതെന്താ കുഴപ്പം അങ്ങനെ ചോദിക്കുക. ഒരു മടിയില്ല. ടീച്ചേഴ്സ് കണ്ടാ കുഴപ്പമില്ല, പോലീസുകാർ കണ്ടാ കുഴപ്പമില്ല, ഉസ്താദുമാര് കണ്ടാ കുഴപ്പമില്ല, നാട്ടുകാര് കണ്ടാ കുഴപ്പമില്ല. ചെയ്യുന്നതിനെയൊക്കെ ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ ന്യായീകരിച്ച് നടക്കുക. തെറ്റ് ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ഉളുപ്പ് വേണ്ട. ഇത് തെറ്റാണ്, അതിനെ പോലും ന്യായീകരിച്ച് പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾ പരസ്യമാക്കുന്നവരുണ്ടായാൽ പേര് പോലും അറിയാത്ത, മരുന്നുകൾ പോലും ലഭിക്കാത്ത രോഗങ്ങൾ നൽകി അള്ളാഹു പരീക്ഷിക്കും. അതേപോലെ സാമ്പത്തികമായി ഇടപാടുകളിൽ സൂക്ഷ്മതയില്ല, ഹലാലും ഹറാമുമില്ലാതെ ഹക്കിടപാടിൽ സൂക്ഷ്മതയില്ലാതെ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ അധികാരികൾ നിങ്ങൾ ആക്രമിക്കുമെന്നാ പറഞ്ഞു. അധികാരികൾ നിങ്ങളെ ആക്രമിക്കും. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ നിങ്ങൾ ആക്രമിക്കും. എന്ത് തെറ്റ് ചെയ്തിട്ട് ആരെവിടെ കുഴപ്പമുണ്ടാക്കി, എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിഷ്പക്ഷമായി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ സർവ്വ ആളുകൾക്കറിയാം ഇസ്ലാമും മുസ്ലിമീങ്ങളും ഇവിടെ ഒരു പ്രശ്നത്തിൽ നിന്നിട്ടില്ല എന്നുള്ളത്. എല്ലാവർക്കും അറിയാം അല്ലെ? നിഷ്പക്ഷമായി ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കറിയാം. പക്ഷെ അധികാരത്തിന് വേണ്ടിയിട്ട് എങ്ങനെങ്കിലും അധികാരത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകളും എന്തെങ്കിലും വിഷയങ്ങളുമായി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഭരണാധികാരികൾ നമ്മെ ആക്രമിക്കും എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമ്പാദ്യവും ഇടപാടും ഹലാലാക്കണം. മൂന്നാമതായി പറഞ്ഞത്, വലം യംനഉ സകാത അംവാലിഹിം, സകാത്ത് കൊടുത്തില്ല പാവങ്ങളായ ആളുകൾക്ക്. നമ്മുടെ സമ്പാദ്യം കണക്കെടുപ്പ് നടത്തി അതിന്റെ ഓരോഹരി പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തില്ലെങ്കിൽ അള്ളാഹു മഴയെ തരൂല. മഴ കിട്ടാത്തത് മരം വെട്ടിയിട്ടാണ് എന്നാ ശാസ്ത്രം പറയാ, അങ്ങനെ പറയാ. ഞാൻ കേരളത്തിലുള്ള മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള 5 എയർപോർട്ടിലും കയറിയിട്ടുണ്ട്, ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റ് കയറുമ്പോ ആകെ താഴെ കാണുന്നത് പച്ചപ്പാണ്. മനസ്സിലായോ? നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി താഴോട്ട് നോക്കിയാൽ ആകെ കാണാൻ പച്ചപ്പാണ്. ഇനിയിപ്പോ എന്തിന് കോഴിക്കോട് ടൗണിൽ ഒരു 10-12 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി താഴെ നോക്കിയാലും കാണാൻ പച്ചപ്പാണ്. അപ്പൊ ശാസ്ത്രം അങ്ങനെ പറഞ്ഞാൽ തള്ളിക്കളയൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാരണമുണ്ട്. വലം യംനഉ സകാത അംവാലിഹിം, പാവങ്ങളായ ആളുകളുടെ വിഹിതം ഓഹരി വെച്ച് കൊടുക്കാതെ നമ്മൾ തന്നെ തിന്നാൽ പൈസ നമ്മുടേതാണ്. പക്ഷേ അതിന്റെ 2.5% അതിന്റെ ഓഹരി പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അത് കൊടുക്കാതിരുന്നാൽ അള്ളാഹു മഴയെ തരൂല, മഴയെ അള്ളാഹു തടഞ്ഞു വെക്കുന്ന പറഞ്ഞു. പിന്നെ നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ ശത്രുക്കൾക്ക് നിങ്ങളുടെ പേരിൽ ആധിപത്യമുണ്ടാവും. നിങ്ങളെ ശത്രുക്കൾ ഭരിക്കാൻ തുടങ്ങും. ശത്രുക്കൾ നിങ്ങളുടെ പേരിൽ ആധിപത്യം ചെലുത്തും. എപ്പോ? നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ നടന്നില്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ. എന്നിട്ട് അവസാനമായി 5ാമത് പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, മാലം തഹ്കും അഇമ്മതുഹും ബികിതാബില്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് വിധിക്കുന്നതിന് പകരം ഓരോ ആളുകൾക്ക് ഓരോ വിധി. അല്ലേ? മുതലാളിമാർക്കൊരു വിധി, അധികാരികൾക്കൊരു വിധി, പാവപ്പെട്ടവർക്കൊരു വിധി, ഫഖീറായ ആളുകൾക്കൊരു വിധി, സമ്പത്ത് കണ്ട് ആളുകൾക്കനുസരിച്ച് മസ്അല പറയാ, മുതലാളിമാർക്കനുസരിച്ച് ഫത്വ കൊടുക്കുക. മുതലാളിമാരുടെ കല്യാണത്തിൽ പാട്ടുണ്ടായ പ്രശ്നാണ് അല്ല, എന്ന പാവപ്പെട്ടവന്റെ കല്യാണത്തിൽ പാട്ട് വെച്ച പ്രശ്നമാണ്.
നല്ലൊരു കോടീശ്വരൻ, അവന്റെ വീട് അവന്റെ കല്യാണത്തിന് വീഡിയോ ഷൂട്ട് ചെയ്താൽ അത് ഹലാലും, പാവപ്പെട്ടവൻ ചെയ്താൽ അത് ഹറാമും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആര്? വലിയ വലിയ ആളുകൾ തന്നെ, വലിയ വലിയ ആളുകൾ. ഇതിലെല്ലാരും ഉണ്ട്, എല്ലാ നേതാക്കന്മാരുണ്ട്. മുതലാളിമാരുടെ കല്യാണത്തിന് പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ അവരൊന്നും മിണ്ടൂല. എന്നാ പാവപ്പെട്ട മാറ്റുന്ന ഇതൊക്കെയാണ് തോന്നിയതുപോലെ ആളുകൾക്കനുസരിച്ച് മസ്അല പറയാനും ഫത്വ പറയാനും. പരിശുദ്ധമായ ഖുർആനല്ല തീരുമാനം സ്വന്തമാണെങ്കിൽ സ്വന്തം താല്പര്യത്തിനനുസരിച്ചാണ് നിങ്ങൾ ഫത്വ പറയുന്നത്, ജനങ്ങൾക്ക് ഹുക്മ പറയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, നിങ്ങൾക്കിടയിൽ തന്നെ അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായി ഒരൊറ്റൊരു ആയത്തോതി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദല്ലാഹു الذين آمنوا منكم وعملوا الصالحات. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഖുൽ, നബിയേ താങ്കൾ പറയണം, അത്തീഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅതീഉർ റസൂല, പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും വഇൻ തുതീഉഹു തഹ്തദൂ വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. വഅദല്ലാഹു الذين آمنوا منكم وعملوا الصالحات. നിങ്ങളിലെ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന സ്വാലിഹായ സൽപ്രവർത്തനങ്ങൾ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വാക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് വാക്കെന്നറിയോ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളുടെ പേരിൽ അധികാരം ചെലുത്തുന്ന ആളുകളെ മാറ്റിയിട്ട് നിങ്ങളുമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ അധികാരത്തിൽ കൊണ്ടുവരുമെന്ന്. തുർക്കി കണ്ടില്ലേ, അതാതുർക്കിനെ മാറ്റി ഉർദുഗാനെ കൊണ്ടുവന്നത്. അങ്ങനെ എത്രയോ രാജ്യങ്ങൾ. ഞാൻ പറയട്ടെ, ഏത് അധികാരികളായാലും സ്വാച്ഛാധിപതികളായാൽ അവർക്കൊരു പതനമുണ്ട് എന്ന് മനസ്സിലാക്കണം. ലിബിയയായാലും യമനായാലും ഈജിപ്തായാലും ഏത് രാജ്യങ്ങളായാലും ഏകാധിപതികളായി സ്വാച്ഛാധിപതികളായി പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിന് തീരെ പരിഗണന നൽകാതെ പുല്ലുവില നൽകിയിട്ട് തോന്നിയതുപോലെ ഭരിക്കുകയാണെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്. ആ ഉയർച്ച കഴിഞ്ഞാൽ പിന്നെ താഴ്ചയാണ്, പിന്നെ ഉയരൂല. ഒരു വളർച്ചയുണ്ട്, ആ വളർച്ച കഴിഞ്ഞാൽ പിന്നെ വളർച്ചയില്ല, താഴോട്ടാണ്. അതിന്റെ ഉത്തുംകുതയിലെത്തിയാൽ പിന്നെ അധപതനമാണ്, പിന്നെ കൂപ്പുകുത്തേണ്ടി വരും ഏറ്റവും താഴെയുള്ള അഗാധമായ ഗർത്തങ്ങളിൽ. അതുകൊണ്ട് അഹങ്കാരവും ധിക്കാരവും എല്ലാം മാറ്റിവെച്ച് രാജ്യത്തിന് നന്മ ചെയ്യേണ്ടവരാണ്, സമുദായത്തിന് നന്മ ചെയ്യേണ്ടവരാണ്, നാട്ടിന് നന്മ ചെയ്യേണ്ടവരാണ് എല്ലാ അധികാരികളും. അത് രാഷ്ട്രീയമായി, പാർട്ടി, സംഘടന, പള്ളി, ജമാഅത്ത് എല്ലാം അങ്ങനെ തന്നെ. അതൊരു ഇന്ത്യ രാജ്യത്തിന്റെ നേതാക്കന്മാരെ മന്ത്രിമാരെ മാത്രമല്ല, എല്ലാം ഏത് മേഖലയിൽ നിൽക്കുകയാണെങ്കിലും നമ്മൾ നീതിയോടുകൂടി പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ഒരു പുലി അല്ലാഹു പിന്നെ കയറാൻ കഴിയില്ല, പിന്നെ അധപതനമാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ച് സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചാൽ അല്ലാഹു പറയുന്നു, നിങ്ങളുടെ ദീൻ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ദീനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഞാൻ സൗകര്യം തരാം. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദി ഇർതദാ ലഹും. ബീഫ് കഴിച്ചാൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കൂല, പർദ്ദ ധരിച്ചാൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കൂല, താടി വെച്ചാൽ പ്രശ്നം ഉണ്ടാക്കൂല. ഇവിടെ ഒരു കുഴപ്പവുമില്ലാതെ ബാങ്ക് കൊടുത്താൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കൂല. എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു സ്വാലിഹായ നല്ലൊരു മുസ്ലിമായി മാറിയാൽ മതി. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദി ഇർതദാ ലഹും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പെർഫോം ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. അതുമാത്രമല്ല, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങളെ എല്ലാ പേടിയും മാറ്റി നിർഭയത്വം തരാം, പിന്നെ പേടി ഉണ്ടാവൂല.